ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ശുചിത്വത്തിനും ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും പരിഗണന നൽകി എടക്കര ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 24.64 കോടി രൂപ വരവും 23.95 കോടി രൂപ ചെലവും 68.61 ലക്ഷം രൂപ മിച്ചവും കണക്കാക്കിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അവതരിപ്പിച്ചത്. പതിയെ നാം വീണ്ടെടുത്തു. സാമ്പത്തിക നില മെച്ചപ്പെട്ടതോടെ എടക്കരയിലെ വ്യാപാരവും മെച്ചപ്പെട്ട് വരികയാണ്. മൊത്തം 24,64,54,531 രൂപയുടെ വരവും 23,95,92,840 രൂപ ചെലവും 68,61,691 രൂപ മിച്ചവുമുള്ള ഒരു മിച്ച ബഡ്ജറ്റാണ് 2025-26 വർഷത്തേക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സഹായത്തോടെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടി 14,38 ലക്ഷം രൂപ വകയിരുത്തി വീടുകളുടെ പുനരുദ്ധാരണത്തിനായി 30 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ന്യൂനത പദ്ധതിയായ അടുക്കള നവീകരണം ഭവന നിർമ്മാണ മേഖലയ്ക്ക് 14,38 ലക്ഷം രൂപയും വീടുകളുടെ പുനരുദ്ധാരണത്തിന് 30 ലക്ഷം രൂപയും അടുക്കള നവീകരണ പ്രവൃത്തിക്ക് 12 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുന്ന പദ്ധതിയായ മംഗല്യം പദ്ധതിക്ക് 8,75,000 രൂപയും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനസഹായം നൽകുന്ന ഉന്നതി പദ്ധതിക്ക് 3 ലക്ഷം രൂപയും എടക്കര ടൗണിൽ പാത്വേ സംവിധാനം ഒരുക്കുന്നതിന് 10 ലക്ഷം രൂപയും വീടുകളിലെയും കടകളിലെയും കുടിവെള്ള സംഭരണികൾ ശുചീകരിക്കുന്നതിന് ജീവിക പദ്ധതിക്കും സെപ്റ്റിക് ടാങ്കുകൾ ശുചീകരിക്കുന്നതിന് സെപ്റ്റേജ് മൊബൈൽ യൂണിറ്റിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാര പദ്ധതികൾക്കായി 41,47,000 രൂപയും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി 2,50 ലക്ഷം രൂപയും അങ്കണവാടികളുടെ നിർമ്മാണത്തിനും സ്ഥലം വാങ്ങുന്നതിനും മറ്റുമായി 88,37,000 രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. വനിതാ തൊഴിൽ സംരംഭത്തിന് 20 ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് മരുന്ന് വാങ്ങാൻ 30 ലക്ഷം രൂപയും പരിരക്ഷയ്ക്ക് 17,89,000 രൂപയും എന്നിങ്ങനെ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോലി, ഫസിൻ മുജീബ്, സിന്ധു പ്രകാശ്, അംഗങ്ങളായ MK ധനഞ്ജയൻ, P മോഹനൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PJ ബിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.